ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചോറ് കഴിക്കാനായിട്ട് ഒരു കറികൾ പോലും ഇല്ലെങ്കിലും ഇതുപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. വഴുതനങ്ങ ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ജ്യൂസി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്കും ഇത് കൊടുത്തയക്കാട്ടോ. അതിനായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു വഴുതനങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ, മസാല പിടിക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് വഴുതനയിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശവും അതുപോലെ നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. മക്കളൊക്കെ ഒരു മടിയും കൂടാതെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ചോറ് വാങ്ങി കഴിക്കും കേട്ടോ. നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ ബൈ.